അപ്പൊ ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു അബോഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത്. എന്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. അപ്പൊ ചേച്ചിയുടെ നാട്ടിലെവിടെയും ഈ അബോഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് രേണു സുധിയെ അവരുടെ കൂടെ നടന്ന് റീലുകൾ ചെയ്യുന്ന, രേണു സുധിനെ വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്ന ഇങ്ങനെയുള്ള കുറെ ഊളകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നാണവും ഉളുപ്പും ഉണ്ടെങ്കിൽ ഇനിമേൽ ആ പരിപാടി നീയൊക്കെ ചെയ്യാതിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു പ്ലാറ്റ്ഫോം, അതിനകത്ത് എന്താണ് ഈ നടക്കുന്നതെന്നുള്ള കാര്യത്തിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നുണ്ട്. ഒരു സൈഡിലാണെങ്കിൽ രേണു സുധിയുടെ സൈഡിൽ നിന്നുള്ള കുറേ അധികം കാര്യങ്ങൾ അങ്ങനെ വരുന്നു. അവർ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരുണ്ട്. അവരെ കാര്യമായിട്ട് ബന്ധപ്പെട്ടൊരു ഇത് നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. പിന്നെ വേറൊരു താത്തയുണ്ടല്ലോ, അവരുടെ പേരെനിക്ക് മറന്നുപോയി. അതായത് മറ്റേ അമ്മയും 5 പിള്ളേരെന്തുള്ള ആ ഒരു ഷാജിദ, അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ കുറേ ആൾക്കാർ, മറ്റേ ഫെജോയോ, പിന്നെ വേറെ ഏതോ ഒരു മറ്റേ ആർട്ടിസ്റ്റിൻ്റെ വൈഫ് ഡിവോഴ്സി, അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ട്. അവരുടെ പേരൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല അവരുടെ വീഡിയോ. ഇപ്പം ഇവർ മറ്റേ ജസ്ന സലീം, നമ്മുടെ കൃഷ്ണൻ്റെ രാധ, അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്കകത്ത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമം നോക്കുകുത്തിയാവുന്നു. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് മുമ്പിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ അതൊക്കെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കുന്നു. അത് എത്രമാത്രം ശോഭനീയമാണ് ഈ 2025 നമ്മൾ ചിന്തിക്കണം. എൻ്റെ അനിയത്തിയുടെ പോലും പ്രായമില്ലാത്ത സ്മൃതി എന്ന് പറയുന്നൊരു കുട്ടി, ആ കുട്ടിയുടെ ഒരു ചാനലിൽ ആ കുട്ടി നിരന്തരമായിട്ട് ഇടയ്ക്കൊക്കെ എന്തോ ചെയ്തിട്ടുള്ള ഈ ജസ്ന സലീം റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം അവരഭിപ്രായം പറഞ്ഞു. അഭിപ്രായത്തിന് ഇവർ മറ്റേ ജസ്ന സലീം കൊടുത്ത മറുപടി, സത്യം പറയാമല്ലോ, എനിക്ക് വാക്കുകളില്ല. എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കേട്ടു നോക്കും. ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ. ഈ ചേച്ചി ഒരു യൂട്യൂബറാണ്. കൊയിലാണ്ടി എന്ന് പറയുന്ന കൊയിലാണ്ടി എവിടെയാണ്? കൊയിലാണ്ടി കോഴിക്കോടാണോ? എനിക്ക് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എനിക്കറിയത്തില്ല. കൊയിലാണ്ടിയെ കേട്ടിട്ടുണ്ട്, സ്ഥലം കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കതറിയില്ല. അവിടെ വെച്ചിട്ട് ഈ സ്മൃതിയെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്മൃതിയുടെ സ്ഥലം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്മൃതിയുടെ സ്ഥലം കൊയിലാണ്ടി അങ്ങൊന്നുമല്ല, അത് പത്തനംതിട്ട അങ്ങ് ഏതോ ഒരു വീട്ടിൽ ഇത് പറയുന്ന അല്ല. ഇതുമായിട്ട് ബന്ധം എന്തോ നമുക്ക് നോക്കാം, ബാക്കി കേൾക്കാം. അപ്പൊ ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാല് ഒരു അബോഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത്. എന്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. അപ്പൊ ചേച്ചിയുടെ നാട്ടിലെവിടെയും ഈ അബോഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ വന്നത്. പെണ്ണുമ്പിള്ളെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളൊരു പെൺകുട്ടി വിവാഹപ്രായം എത്തി നിൽക്കുന്ന ഈ സമൂഹത്തിൻ്റെ അകത്ത് ഇറങ്ങി നടക്കേണ്ട, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂടെ നിന്നും ഒരു 4-5 പയ്യന്മാരും വന്ന് വീട്ടിൻ്റെ അകത്ത്, ആ കുട്ടിയുടെ വീട്ടുകാരൊന്നും ഇല്ലാത്ത സമയത്ത് അവിടെ വന്ന് പോകുന്നില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം, അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ചെയ്തോട്ടെ, അവരവൻ്റെ ഇഷ്ടം പോലെയൊക്കെയാണല്ലോ ലൈഫിൽ നമ്മുടെ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അങ്ങനെയൊന്നും ആ കുട്ടി കാണിക്കുന്ന ഒരു സംഭവമൊന്നുമില്ല. അത് കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അതിൻ്റെ അച്ഛനമ്മമാരും അതിൻ്റെ പാരൻസൊക്കെ ഉണ്ടാവും. ആ കുട്ടിയെ ഇത്രമാത്രം, അഥവാ ഈ അബോർഷൻ എന്ന് പറയുന്നതൊക്കെ വളരെ ചെറിയൊരു കാര്യമായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത്? ആ കുട്ടി അങ്ങനെ ഒരു സംഭവം ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും ആ കുട്ടിയുടെ ഒരു ചാരിത്രം എന്ന് പറയുന്ന സംഭവം, ചാരിത്രം എന്നുള്ള സംഭവത്തിന് മറ്റേ കുലസ്ത്രീ തരത്തിലേക്കുള്ള സംസാരം, അങ്ങനെ ഒരു ചാരിത്രത്തിൻ്റെ ആയിരുന്നല്ലോ. എന്തായിരുന്നല്ലോ ആ കുട്ടിയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടല്ലോ, അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അതെന്തോ അഴിഞ്ഞാടി നടക്കുന്ന ഒരു രീതിയിലേക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് അതിനെ ഏറ്റവും ഒരു സ്ത്രീത്വത്തിന് ഏറ്റവും അപമാനിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ ലൈഫിൽ പോലും ഇല്ലാത്തൊരു കാര്യത്തിന് അതിൻ്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കഴിയുന്നത്? നിങ്ങളുടെ ലൈവിൻ്റെ അകത്ത് വന്നിരുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നു, ഇവർ കുറേ നാളിന് മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുമ്പൊരിക്കൽ ഇവരെ ഏതൊരു ഒരാളാൽ ഭയങ്കരമായിട്ട് അപമാനിതയായി അയാളെന്തോ ഇവരുടെ ഫോട്ടോയോ വീഡിയോ എന്തൊക്കെ വെച്ചിട്ട് പുറത്തു വിടുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ പോലെ സംഭവമൊക്കെ മുമ്പ്, അത് 1-2 വർഷങ്ങൾക്ക് മുമ്പ്, ആ ഒരു സാധനത്തിൻ്റെ അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത് വീടിയിട്ടുള്ള ആളാണ് ഞാൻ. കാരണം അന്ന് ഇവരുടെ ഭാഗത്ത് ന്യായം ഒന്ന് തോന്നി. പക്ഷേ ഇപ്പം ഈ കൃഷ്ണൻ്റെ ഭക്തയായി മാറുകയും എന്നാൽ അവരൊരു മുസ്ലിമായിട്ട് തന്നെ തുടരുകയും അതൊക്കെ അവരൊരു ഇഷ്ടമാണ്. ഓക്കെ, ഈ രാജ്യത്ത് അങ്ങനെ ഭരണഘടന നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അങ്ങനെ ഒരു കൃഷ്ണൻ്റെ ഒരേ തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് അങ്ങനെ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് കുറച്ച് പേരുടെ നല്ല പേര് ചമക്കുകയും, എന്നാൽ മറ്റ് ഇവർ നിലനിൽക്കുന്ന ഒരു മതമുണ്ട്, ആ മതത്തിൻ്റെ അകത്തുള്ള ആൾക്കാരെ അപകീർത്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ ഒരു മതസ്പർദ്ധ പച്ചയ്ക്ക് പറഞ്ഞ ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. എന്താ ഇവർ വരച്ച നമുക്ക് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങളുടെ മതത്തിലുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചോദിക്കുന്നത്, അത് തന്നെയാണ് മതസ്പർദ്ധ എന്ന് പറയുന്നത്.
അതിൻ്റെ ഒരു റൂട്ട് കോസ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സാധനം കാരണം. അങ്ങനെ വിഷയങ്ങളൊക്കെ ഇവരുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ബാക്കി കേൾക്കാം. അപ്പൊ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോ ആകെ ടെൻഷനായി പോയി. അപ്പൊ ചേച്ചി ഒരു യൂട്യൂബറാണ്, ഞാനതെങ്ങാനും പുറത്ത് പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. അതായത് ആ കുട്ടിയെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ആ കുട്ടിയെ ഇങ്ങനെ അവർ കണ്ടു, ഈ കൊയിലാണ്ടി അതൊരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. അതുകൊണ്ട് ഇത് എത്രമാത്രം ഇതിൻ്റെ ഈ കുട്ടിയുടെ പാരൻസും അല്ലെങ്കിൽ ഇത് ഇവർ ചുമ്മാ വായി തോന്നി വിളിച്ച് പറഞ്ഞാണ്, വായ്ത്താളം അടിച്ച് തന്നെയാണ്. ഇനി ഈ സാധനം സോഷ്യൽ മീഡിയക്കകത്ത് കിടക്കുകയാണെങ്കിൽ, ഇതിങ്ങനെ പ്രചരിക്കപ്പെടുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചറിൽ ഇത് എന്തുമാത്രം അതിന് ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് എന്താണ് ഈ സോഷ്യൽ മീഡിയക്കകത്ത്, അത് എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കണം, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടത് എങ്ങനെ. ഇവിടെ സോഷ്യൽ മീഡിയ ജഡ്ജ്മെൻറ്റ് നടക്കുക, ഇവിടെ യൂട്യൂബിൻ്റെ അകത്താണെങ്കിൽ ജഡ്ജ്മെൻറ്റ് നടക്കുക. ജഡ്ജ്മെൻറ്റ് ഈ വ്യക്തി ഇങ്ങനെയാണ്, ഈ വ്യക്തി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പിന്താങ്ങാൻ ആൾക്കാരുണ്ട്. ഒരു വ്യക്തിയെ കാണുന്നു, അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അത് കണ്ടിട്ട് അവരെ ഇങ്ങനെ പോർട്രേ ചെയ്യുന്നു. ആ പോർട്രേ ചെയ്യുന്ന ഒരു പൊതുബോധം ഉണ്ടാകുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വേറൊരു തലത്തിലുള്ള ആൾക്കാരുണ്ടാകുന്നു, അതിനെ എതിർക്കുന്ന ഒരു തലം ഉണ്ടാകുന്നു. ഇതൊന്നും ആശാസ്യകരമാണോ ഈ കാലഘട്ടത്തിലെന്നുള്ളൂ എനിക്കറിയത്തില്ല കേട്ടോ, സീരിയസ്ലി. നിരന്തരം ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം, നിരന്തരം എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം. ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പുറത്ത് പറയുമോ എന്നുള്ള പേടിയായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാന്ന് കരുതി. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ചേച്ചി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തുന്നത്. ഏതായാലും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ചേച്ചീനെ കണ്ട വിവരം ചേച്ചിയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചാട്ടോ. കേട്ടാ ചേച്ചി? അതായത് ഈ വ്യാജ പ്രചരണം ഇവർക്കെതിരെ സ്മൃതി നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യാനുള്ളത്? യൂട്യൂബിൻ്റെ അകത്തൊന്ന് വീഡിയോ എടുക്കുകയാണോ ചെയ്യേണ്ടത്, ലീഗലായിട്ടൊരു ആക്ഷൻ എടുക്കാനാണോ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങൾക്ക് എതിരെ ഇവിടെ നടത്തുന്ന ഈ ഒരു പരാമർശങ്ങളിൽ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ തെറ്റായ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ മോശപ്പെടുത്തുന്ന, നിങ്ങളുടെ സ്ത്രീത്വത്തിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ, ആസ് എ ഹ്യൂമൻ ബീങ് നിങ്ങളെ ഭയങ്കരമായിട്ട് ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഭവം എൻ്റെ ഭാഗത്തുനിന്നോ മറ്റുള്ള ഒരാളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട നിയമത്തിൻ്റെ മുമ്പിലേക്കല്ലേ, നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലേക്കല്ലേ. അതല്ലാതെ നിങ്ങൾ അതിന് പബ്ലിക്കായിട്ട് വന്നിട്ട് ആ കുട്ടി അബോർഷൻ നടത്തി നിങ്ങൾ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ സ്ത്രീത്വത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യമല്ലേ. അതിന് എന്ത് റൈറ്റാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ സ്മൃതി ഇവിടെ ചെയ്തെന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു, നിരന്തരമായിട്ട് ഇവർക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കത് അറിയത്തില്ല, കാരണം ഞാൻ ആ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാണാത്തതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ വേണ്ടിയിട്ട് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്താണ് സംഭവം എന്നുള്ളത്. അല്ലെങ്കിൽ അവർ പറയണമായിരുന്നു. സ്മൃതി ഇട്ടേക്കുന്ന വീഡിയോയുടെ ഭാഗം വിളിച്ചിട്ട് കാര്യമല്ല, കിട്ടൂല. അപ്പം കുട്ടിയും ആ വീഡിയോ ഞാൻ ഇങ്ങനെ തെറ്റിദ്ധാരണന്റെ പുറത്താണ് ഇട്ടത് എന്ന് പറഞ്ഞ് നീ മാറ്റിയിട്ടോ, ഞാൻ ചെയ്യാൻ തയ്യാറാ, നോ പ്രോബ്ലം. ഈ എഫ് തുറന്നതിന്റെ മടിയിൽ നിന്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുട്ടി നീ എന്നെ വിളിക്കണ്ട. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇത് മാത്രമല്ല വേറെയും വരയ്ക്കാറുണ്ട്, വേറെയും വരച്ചതിന്റെ ഫോട്ടോയിൽ വീഡിയോ സഹിതം ലൈവായിട്ട് ഞാൻ എന്റെ യൂട്യൂബിനകത്ത് പോസ്റ്റ് ചെയ്തിട്ട് അതൊന്നും നിനക്കൊന്നും കാണാൻ നിന്റെ ഒന്നും എടുത്ത് കണ്ണില്ല. പിന്നെ ഞാൻ ഇവിടെ വരച്ചതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലോട് കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് നിന്നെ ഒന്നും ബോധിപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പം കുട്ടിക്ക് ഇത് പറ്റുമെങ്കിൽ ഈ ഭാഗം പറഞ്ഞത് കട്ട് ചെയ്യാതെ വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കാൻ നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്. ഞാനും പ്രൈവറ്റ് ആക്കി വെക്കുകയുള്ളൂ. എന്ന് നീ അത് പബ്ലിക് ആക്കുന്നോ അത് ഞാനും അത് പബ്ലിക് ആക്കും. പിന്നെ നിന്നെ കുറിച്ച് പറഞ്ഞ് മാപ്പ് പറയാനൊന്നും എന്റെ കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ വെച്ചേ, ഞാൻ അങ്ങനെ മാറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലും സ്മൃതി എന്ന് പറഞ്ഞ കുട്ടി ഞാൻ ഇതുവരെ അവളെ കുറിച്ച് വ്യാജപ്രചരണമായിരുന്നു പറഞ്ഞത് എന്ന് പറയാതെ ഇനി എന്നെ തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം വന്നാലും ഞാൻ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അതായത് സ്മൃതിയുടെ ഈ ഇതിനകത്ത് പ്ലേ ചെയ്തേക്കുന്ന ഇവർ തമ്മിൽ സംസാരിച്ചൊരു കോൺവെർസേഷൻ ആണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിനകത്ത് അവർ പറയുന്നത് കർക്കശ ബുദ്ധിയോടുകൂടി പറയുന്നൊരു കാര്യം, നിനക്കെതിരെ എവർക്കെതിരെ ചിതയ്ക്കുന്ന വീഡിയോ നീ പ്രൈവറ്റ് ആക്കണം. അതുപോലെ തന്നെ നീ എനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി എന്നുള്ള കാര്യം. ഇപ്പം സ്മൃതി, ഞാനിപ്പോഴും പറയുന്നു, സ്മൃതി ഇപ്പം ഞാൻ ഈ ജസ്ന സലീമുമായിട്ട് ബന്ധപ്പെട്ട് 1 or 2 വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെയധികം കത്തി നിൽക്കുന്ന വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് അതിനുശേഷം എന്താണ് വിവാദം? കാരണം ഇവരുടെയൊക്കെ ലൈവുകൾ ഈ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഒത്തിരി ലൈവുകളും മറ്റുള്ള സംഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറിവിളികളും അങ്ങനെയുള്ള പൂരപ്പാട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു യൂട്യൂബിൻ്റെ അകത്ത് ഇപ്പോൾ നിരന്തരം നടക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്കൊക്കെ ആണെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ, കോണ്ടന്റ് ക്രിയേഷൻ അല്ല കേട്ടോ, അതൊക്കെ ഒരു കോണ്ടന്റ് ക്രിയേഷനായിട്ട് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അതൊരു കോണ്ടന്റ് ക്രിയേഷൻ ഒന്നും അല്ല. സംതിങ് അത് ഓക്കെ, എവിടെയോ ഒരാൾ നെഗറ്റീവ് പറയുന്നു, ഞാൻ അതിനെടുത്തിട്ട് അവർ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടാക്കുന്നു കാര്യം. എൻ്റെ പ്രശ്നമോ എൻ്റെ പൈസ ഉണ്ടാക്കാനുള്ള മോഹമോ അതിനപ്പുറത്തേക്ക് ഇതിനൊരു സോഷ്യലി കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. ദിസ് ഈസ് നോട്ട് എ സോഷ്യൽ റെലവൻറ്റ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരിക്കലും ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അല്ല. ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബിൻ്റെ അകത്തും ഇങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ ചെയ്യുന്നത് പബ്ലിക് അറ്റൻഷനാണ്.
അവർക്ക് വേണ്ടത് നെഗറ്റിവിറ്റിയിലൂടെ റീച്ചാണ്. അവർക്ക് പോകേണ്ടത് ബിഗ് ബോസ് പോലുള്ള ഷോകളിലേക്കാണ്. അങ്ങനെയുള്ള റീച്ചിന് വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. നമ്മൾ അതിനെടുത്ത് കോണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. അതല്ലാതെ കാണുന്ന കാണികൾക്ക് ചിലപ്പം കുറച്ച് ഇവരെ വല്ലതും പറയാൻ തോന്നും, പറയുന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഒന്നുമില്ല. മീൻസ് അതുകൊണ്ട് തന്നെയാണ് ചില വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യും. പിന്നെ ആ ഒരു സാധനത്തിനെ കുറച്ച് പതുക്കെ അങ്ങോട്ട് ലൈറ്റ് ആക്കാൻ ശ്രമിക്കും. ഞാൻ ഒരു ക്രിയേറ്റേഴ്സിനെ കുറിച്ചും പറയുന്നില്ല, ഞാൻ എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. ഐ എം നോട്ട് എ ക്രിയേറ്റർ അറ്റ് ഓൾ. ഞാൻ നിങ്ങളെപ്പോലെ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അടക്കം മറ്റു പല വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ പോലെ ആ പ്രേക്ഷകരിൽ ഒരാളാണ് ഞാൻ. ഐ എം നോട്ട് എ കോണ്ടന്റ് ക്രിയേറ്റർ അറ്റ് ഓൾ. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ല. ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ കോണ്ടന്റ് ക്രിയേഷൻ മെത്തേഡ്. ഇത് വേറൊരു ലെവലിലേക്കാണ് യൂട്യൂബിൻ്റെ അകത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഒരു ജഡ്ജ്മെൻറ്റ് നടക്കുകയാണ് യൂട്യൂബിൻ്റെ അകത്ത്. ജഡ്ജ്മെൻറ്റ്. ഞാനിപ്പോൾ ഒരാൾ ഒരു വീഡിയോ എടുക്കുന്നു, ഞാൻ എടുത്തുകൊണ്ട് വെച്ച് സംസാരിച്ചിട്ട് ഈ വ്യക്തി ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നു. അതിനുള്ള റൈറ്റ് എനിക്കുണ്ടോ? എനിക്ക് ഐ ഡോണ്ട് നോ. ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് തിരുത്തണം, ഇതല്ല റൂട്ട്, അതല്ല, അങ്ങനെ പാടില്ല എന്ന ചിന്തയിലേക്ക് കൂടെയാണ് നമ്മൾ പോകേണ്ടത് എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതിനകത്ത് ശരികൾ തെറ്റുകൾ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അതർവൈസ് ഇവിടെ നോക്കുമ്പോഴേക്കും ഒരു ജഡ്ജ്മെൻറ്റാണ്. ഈ പറയുന്ന ആൾക്കാരൊക്കെ നന്നാക്കാൻ നമ്മളാരാ? നമുക്ക് വിമർശിക്കാം. പല വിമർശനങ്ങളും പല സ്ഥലങ്ങളിൽ കാണുന്ന വിമർശനമാണോ? ആ വിമർശനത്തിനപ്പുറം വ്യക്തിഹത്യകളുടെ പീക്കല്ലേ? വ്യക്തിഹത്യ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പീക്കല്ലേ പലതും? ഞാൻ പറയുന്നത് പലയിടത്തും കാണുന്ന കാര്യങ്ങളാണ്. പോട്ടെ, ബാക്കി ഈ കുട്ടിയുടെ ഈ സംഭവം സ്ത്രീ എന്നുള്ള രീതിയിൽ ഈ സമൂഹത്ത് എന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ടോട്ടലി എന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നടന്നു. അപ്പൊ എല്ലാവർക്കും ജസ്ന സലീം എന്ന് പറഞ്ഞ യുവതി അറിയാമായിരിക്കും, ഉറപ്പായിട്ടും പരിചയമുണ്ടാകും. എന്റെ ചാനലിൽ എന്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ തന്നെ പരിചയമുണ്ടാകും. അപ്പൊ ജസ്ന സലീം എന്ന് പറയുന്ന യുവതി സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ അത് തെറ്റായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. അതായത് മതത്തെ കൂട്ടുപിടിച്ച് മതത്തിന്റെ പേര് പറഞ്ഞ് മതവിശ്വാസികളെ പറ്റിക്കുന്നതായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് അനാവശ്യമായിട്ട് പറ്റിയത് നടത്തുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കാനുള്ള അവകാശവും സംസാരിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നിവാസം പറയാനുള്ള സ്വാതന്ത്ര്യമല്ല, നല്ല കാര്യങ്ങൾ വിമർശനം പറയാൻ മാത്രമാണ്. അതും വൃത്തികേട് വിളിച്ചു പറയാൻ ആർക്കും അവകാശമില്ല. ഞാൻ ജസ്ന സലീമിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ജസ്ന സലീമിനെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. ജസ്ന സലീമിന്റെ ഫാമിലിയെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ടില്ല. അവരുടെ മക്കളെ കുറിച്ചോ മകളെ കുറിച്ചോ മകനെ കുറിച്ചിട്ടോ അമ്മയെ കുറിച്ചോ അച്ഛനെ കുറിച്ചോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ജസ്ന എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ജസ്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസിനെ കുറിച്ചും അവരുടെ തന്ത്രങ്ങളെ കുറിച്ചും അതൊക്കെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ മിക്കപ്പോഴും ചെയ്യാറുള്ളത്. ഓക്കെ, അത് ആ കുട്ടിയുടെ അവരുടെ ക്രിയേറ്റിവിറ്റിയുടെ ചോയ്സ് അവർ ചെയ്യുന്നതാണ്. അതിന് ഇന്ത്യൻ ഭരണഘടന ഓരോ വ്യക്തികൾക്കും നൽകുന്ന സ്വാതന്ത്ര്യം അനുസരിച്ചിട്ട് ആ കുട്ടിക്ക് ആ വീഡിയോ ചെയ്യുന്നതിന് തടസ്സവും ഒരു സംഭവമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചതിനെ അവർക്ക് വ്യക്തിഹത്യയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിഹത്യയെ നേരിടേണ്ടത് യൂട്യൂബിൻ്റെ അകത്ത് വന്നിട്ട് അനാവശ്യമായിട്ട് ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ തന്നെ അസാസിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള സംഭവമൊന്നുമല്ല. അതൊട്ടും അംഗീകരിക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല. സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നടക്കുന്ന പല കോൺട്രവേഴ്സീസും അതായത് പലതും ഇപ്പോൾ ഈ ബിഗ് ബോസ് പോലുള്ള ഷോകളിലേക്ക് കയറാനുള്ള ഒരു അറ്റൻഷനാണ്. വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി ഈ സമയങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവരാരെങ്കിലുമൊക്കെ ബിഗ് ബോസ് ഷോയിലേക്ക് കയറി വരികയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ബിഗ് ബോസ് പ്രേക്ഷകരൊക്കെ ആവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇജ്ജാതി വാണങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി എന്നിട്ട് അതിനെ അടിച്ചു കൊന്നിട്ട് ബിഗ് ബോസ് ഷോയ്ക്കകത്ത് കയറി അവിടെ കാണിക്കുന്ന കുന്തളിപ്പും മറ്റുള്ള പരിപാടികളെല്ലാം കാണിച്ചതിന് ശേഷം അത് ആ ഒരു കാര്യം കണ്ടിട്ട് മടുത്ത ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്ന സമയത്ത് അതിനൊരു ഇരവാദം മുഴക്കി പുറത്ത് വന്നിട്ട് അയ്യോ ഞാൻ ഇരയാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ചില പേക്കൂത്തുകളൊക്കെ ഇതാ വരുന്ന അടുത്ത ഓഗസ്റ്റ് മാസം മുതൽ നിങ്ങൾക്ക് കാണാം. എന്താ പറയാ. അതുകൊണ്ട് ഈ ജസ്ന സലീമുൻ അവരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ. ഞാൻ ഈ സ്മൃതിയോട് പറയാനുള്ളത്, സ്മൃതിക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സ്മൃതി ഇതിന് സൈബർ സെല്ലിൽ കേസ് കൊടുത്തു എന്നുള്ളതാണ്. ഞാനത് അവരുടെ ഒരു പോസ്റ്റ് യൂട്യൂബിൻ്റെ അകത്ത് തന്നെ കണ്ടു. സ്മൃതി കേസ് കൊടുത്തു, സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയോട് പറഞ്ഞ് ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അഥവാ റിമൂവ്ഡാണ്, അത് പ്രൈവറ്റ് ഒന്നുമല്ല, റിമൂവ്ഡാണ്. അപ്പം വീഡിയോ റിമൂവ് ചെയ്തു. അതിനുശേഷം നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ്. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ മാത്രം ഒതുങ്ങേണ്ടതല്ല. ആ കുട്ടിയെ ഇത്രയും അപകീർത്തിപ്പെടുത്തിയതിന് പൊതുവായിട്ട് മാപ്പും പറയണം.
അതിന് നിയമപരമായിട്ട് ഇവർക്ക് ഏറ്റവും നല്ല ശിക്ഷ, ഉദാത്തമായ മാതൃകാപരമായ ശിക്ഷയും കിട്ടണം എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ ഈ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിനെയൊക്കെ നശിപ്പിച്ച് ഈ കമ്മ്യൂണിറ്റിയെ തന്നെ ടാർണിഷ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പരിപാടി. ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിരുന്നു. ഇത് നമ്മുടെ സ്മൃതിയുടെ കൊടുത്തിരുന്നു. അവർ ജസ്നയെ വിളിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ബാക്കി കേസ് ഡീറ്റെയിൽസ് പിന്നീട് പറയാം. കൂടാതെ നിന്ന് എല്ലാവർക്കും നന്ദി എന്ന് പറയുന്നു. 8 മണിക്കൂറിനും അതിനു മുമ്പ് ഒരു പോസ്റ്റ്. പ്രിയപ്പെട്ടവർ, ജസ്ന സലീം എന്നെ വായടപ്പിക്കാനും എന്നെ തകർക്കാനും ഇനി അവരെ പറ്റി വീഡിയോ ചെയ്യാതിരിക്കാനും വേണ്ടി നടത്തിയ വ്യാജ പ്രചരണം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഒരു പെൺകുട്ടിയെ പറ്റി ഒരിക്കലും പറയാൻ പാടില്ലാത്ത അനാവശ്യമാണ് കൃഷ്ണഭക്തിയായ അവൾ പറഞ്ഞത്. ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്കുണ്ടാവണം. അവളെപ്പറ്റി ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യണമെന്ന് അവൾ എന്നെ ഭീഷണിപ്പെടുത്തി. ഇവിടെ ഞാനാണ് ശരി, അതുകൊണ്ട് തന്നെ ഞാൻ ഭീഷണിയുടെ മുന്നിൽ തലകുനിക്കില്ല, പ്ലീസ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയിട്ടേക്കുന്നു. സോ എനിവേ, ഇതാണ് സംഭവം. ജസ്ന സലീമിൻ്റെ വീഡിയോസ് അത്രമാത്രം പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടോ? ജസ്ന സലീം 1 2 ഓക്കെ. സോ 1 2 3 അതൊക്കെ ഓക്കെ ഉണ്ട്. അത് പക്ഷേ അവരെത്ര എണ്ണം ഇടണം, ഇനി 100 എണ്ണം ഇടണം എന്നുള്ള കാര്യമൊക്കെ അത് അപ് ടു ഹെർ. അത് അവരുടെ മാത്രം ചോയ്സാണ്. നമ്മളതിനകത്ത് ഇങ്ങനെ ഇടണോ എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരു വിമർശനം അവർ ഉന്നയിക്കുന്നു, അതിനകത്ത് തെറ്റോ പാകപ്പിഴയോ ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് നേരിടാനെന്നുള്ള മറ്റ് കക്ഷിയാണ്. അല്ലാതെ ഇവരുടെ സ്ത്രീത്വത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ പറയാനുള്ള അധികാരമൊന്നുമില്ല. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, അത് ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ രേണുസുധിയുടെ കാര്യം. ഈ രേണുസുധിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോയ്ക്കകത്ത് രേണുസുധി പറയുന്നൊരു പോയിന്റ്, ഒരു കാര്യം ഞാൻ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതായത് രേണുസുധി അലമാര തുറന്നിട്ട്, ഞാൻ ആ സ്ത്രീയെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ, അലമാര തുറക്കുന്ന സമയത്ത് എനിക്കധികം ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ എന്ന് പറയുന്നു. ഇവർ എപ്പോഴും പറയുന്നതിനകത്തൊരു സംഭവത്തിന് എനിക്ക് പൈസ ഇല്ല കേട്ടോ. പിന്നെ അതുലിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റേഷനിലേക്ക് എന്തോ പോയ സമയത്ത് അവിടെ പറയുന്നിട്ട് ഡെയിലി 350 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മകൾ ജോലി ചെയ്യുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയണേ, ഈ രേണുസുധിയെ വച്ച് വീഡിയോ ചെയ്യുന്ന, രേണുസുധിയെ അവരുടെ കൂടെ നടന്ന് റീലുകൾ ചെയ്യുന്ന, രേണുസുധിനെ വിളിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഇങ്ങനെയുള്ള കുറേ ഊളകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നാണവും ഉളുപ്പും ഉണ്ടെങ്കിൽ ഇനിമേൽ ആ പരിപാടി നീയൊക്കെ ചെയ്യാതിരിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ അവർക്ക് ഈ പൈസ കിട്ടുന്നില്ല എന്ന് അവരിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഒന്ന് വിളിച്ച് പറയുന്നൊരു കാര്യം, നീയൊക്കെയാണ് നാറുന്നത്, മനസ്സിലാക്കുക. അവരെ ഉപയോഗിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവരെ ഉപയോഗിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കുറേ ഫോട്ടോഗ്രാഫർമാർ, കുറേ മറ്റേ കോൺസെപ്റ്റ് മറ്റത് മറിച്ച് ഞാൻ എന്തുകൊണ്ട് പലപ്പോഴും എൻ്റെ പ്രേക്ഷകർ ഭയങ്കര രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാറുണ്ട്. നിങ്ങളെന്താ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല സുഹൃത്തുക്കളെ, ഞാൻ പറയാത്തതാണ്. അഥവാ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കുറ്റം പറയില്ല, അവരെ ഞാൻ പറയുന്നില്ല. അബലയായ ഒരു സ്ത്രീ, വിധവയായ ഒരു സ്ത്രീ സമൂഹ മധ്യത്തിൽ സ്വന്തം കരുത്തോടുകൂടി കഷ്ടപ്പാടോടുകൂടി ഇഷ്ടങ്ങളുടെ പുറകെ സഞ്ചരിച്ചോട്ടെ, അവർ ജീവിക്കട്ടെ. അവരുടെ ജീവിതത്തിന് നമ്മൾ എന്തിനാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം? ഞാൻ നേരത്തെ പറഞ്ഞ ജഡ്ജ്മെന്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല. ഈ വേറെ മറ്റ് പല വിഷയങ്ങളും ഞാൻ അടുത്ത് ഈ ഇടയ്ക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അവർ കൊണ്ടിട്ടത് മാത്രമാണ്. പക്ഷേ ഇവരുടെ കാര്യത്തിൻ്റെ അകത്ത് ഇവർ മറ്റേ ലക്കി ഡ്രോ എന്തോ ഒരു സാധനം കൊണ്ടല്ലോ, അത് ഞാൻ വിമർശിച്ചിട്ടുമുണ്ട്. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ എന്തോ വിമർശിക്കാനാ, ജീവിച്ചു പോട്ടെന്നേ, അല്ല അത്രയും ചിന്തിച്ചുള്ളൂ. പക്ഷേ ഇവർ പറയുന്ന ഒരു കാര്യത്തിൻ്റെ അകത്ത് പൊള്ളായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂസിനൊക്കെ പൈസ കിട്ടുന്നുള്ളൂ, അതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. പിന്നെ ഈ കൊളാബിന് പൈസ കിട്ടുന്നു, ഡ്രസ്സ് കിട്ടുന്നു, മറ്റത് ഇതൊന്നൊക്കെ കിട്ടിയിട്ടും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ഉടുപ്പൊക്കെ വേണ്ടേ ഈ കൊണ്ട് നടക്കുന്നവന്മാർക്ക്? ഇതിനകത്ത് എല്ലാവരും പെടും. ആ കൊണ്ട് ഇവരെ വെച്ചിട്ട് നാളെ മുതൽ ഇവരെ വെച്ച് വീഡിയോ ചെയ്ത് ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇടുന്നവരുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ഇവർക്ക് പൈസ വല്ലതും കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കണം, പ്രേക്ഷകർ ചോദിക്കണം, നിങ്ങൾ ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ? പൈസ കൊടുത്തിട്ടില്ല, നിനക്കൊക്കെ ഉളുപ്പുണ്ടോടാ ഇതൊക്കെ പബ്ലിക്കിലേക്ക് ഇവിടെ? നാളെ രാവിലെ വന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, 350 രൂപ ഡെയിലി കിട്ടുന്നത്, അവർക്ക് മറ്റേ വസ്ത്രം വാങ്ങാൻ പൈസയില്ല, വസ്ത്രമില്ല, അവർക്കൊന്നുമില്ല, പൊട്ടിയ മൊബൈൽ ഫോണും കൊണ്ട് നടക്കുന്നു എന്ന് പറയിപ്പിക്കുന്ന ആ ഒരു തരമുണ്ടല്ലോ. അതിന് ഇവൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം, ഇവരുടെ വീഡിയോസ് ഒക്കെ എടുത്തിടുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം, നീയൊക്കെ പൈസ കൊടുത്തിട്ടാണോ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ചോദിക്കണം. സീരിയസ്ലി, എന്തോ പറയാൻ, ഞാൻ വീഡിയോ വിശദമായിട്ട് ഞാൻ ചെയ്യും. എല്ലാം കണ്ടു, എല്ലാം കാണുന്നുമുണ്ട്. ചിലതൊക്കെ കണ്ടിട്ടൊക്കെ എന്ന് വെച്ചാൽ ഇത് എന്തോ പറയും, എന്താ പറയണ്ടേ? അതങ്ങനെ കുറേ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ ഗൈസ്, ബൈ.